നമസ്കാരം. 1.25 വർഷം നീണ്ടുനിന്ന അഭിശപ്തമായ ദിനങ്ങൾക്ക് മധ്യപൗരസ്ത്യ പ്രദേശത്തെ അറുതി വന്നിരിക്കുന്നു. ബന്ദി കൈമാറ്റം തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിൽ നിന്നും ഹമാസ് തടവിലേക്ക് കൊണ്ടുപോയ ബന്ദികളിൽ 250ഓളം ബന്ദികളിൽ 3 പേരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരിക്കുന്നു. അവർ ഇസ്രായേലിന്റെ മണ്ണിൽ എത്തിയിരിക്കുന്നു. അവർ നേരെ ആശുപത്രിയിലേക്ക് പോയി മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തി. 3 ലേഡീസാണ്. അതിന് പകരമായി ആദ്യഘട്ടം എന്ന് പറഞ്ഞത് 42 ദിവസമാണ്. 42 ദിവസം എന്ന് പറഞ്ഞത് 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആ ഒരു ആദ്യഘട്ടം വെടിനിർത്തലിൽ ഇസ്രായേൽ വിടാമെന്നേറ്റ ആളുകളിൽ ഏതാണ്ട് 30 ചില്ലുവാനം പേര്, 30 പേരാണ് ആദ്യ ദിവസം തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. അതേക്കുറിച്ച് ധാരണയായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ഏതാനും മണിക്കൂറുകൾ മുൻപ് വരെ അനിശ്ചിതത്വം തുടർന്നിരുന്നു. ബന്ദി റിലീസിന്റെ തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ പോലും 19 ജീവനാണ് ഗാസയിൽ പൊലിഞ്ഞത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഈ സമയം ഇങ്ങനൊരു ഡീല് തകർന്നുവോ എന്ന രീതിയിൽ തന്നെ സംസാരമുണ്ടാകും. തകർന്നില്ല, നേടിയില്ല എന്ന മട്ടിൽ അനിശ്ചിതത്വം നിലനിന്നത് ഇപ്പോൾ മാറിയിരിക്കുന്നു. പ്രക്രിയ തുടങ്ങി വെച്ചു. അത് വലിയ ശുഭോദർക്കമായ കാര്യമാണ്. പ്രക്രിയയുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോ. പ്രക്രിയയിൽ ഇനി വരാനിരിക്കുന്നത് 3 ഘട്ടങ്ങളാണ്. ആദ്യ ഘട്ടം തന്നെ ആദ്യത്തെ ഏതാനും ദിവസത്തിന് ശേഷം ഒന്ന് റിവ്യൂ ചെയ്യും. 1-2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യഘട്ടം റിവ്യൂ ചെയ്ത് 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ധാരണ എത്തിയിട്ടില്ല ഇതുവരെ. ആ 2ാം ഘട്ടത്തെക്കുറിച്ച് ധാരണയുണ്ടാകും. അതുപോലെ ഘട്ടമായി ഇപ്പോൾ 3 പേർ, കുറച്ച് ദിവസം, ഒരാഴ്ച കഴിയുമ്പോൾ 4 പേർ, അങ്ങനെ 6 ആഴ്ച കൊണ്ട് 33 ബന്ദികളെയാണ്, ഇസ്രായേൽ പൗരന്മാരായ ബന്ദികളെയാണ് വിടുന്നത്. ആദ്യഘട്ടത്തിൽ വിടുന്നതെല്ലാം തന്നെ സ്ത്രീകളും കുട്ടികളും 55 വയസ്സിന് ശേഷം പ്രായത്തിന് മുകളിലുള്ള പുരുഷന്മാരുമാണ് വിട്ടയക്കപ്പെടുന്നവർ. ബാക്കി ഘട്ടമായിട്ട് വിട്ടയക്കപ്പെടും. ഇത് തുടങ്ങി വെച്ചു. പക്ഷേ പുത്തരിയിൽ തന്നെ കല്ലുകടി സംഭവിച്ചിരിക്കുന്നു. ഇസ്രയേലിൽ എല്ലാവരും ഹാപ്പി അല്ല. ഇസ്രയേലിന്റെ മന്ത്രിസഭ നമുക്കറിയാം 120 അംഗ നെസറ്റിൽ, അവരുടെ പാർലമെന്റാണ് നെസറ്റിൽ, കേവലം ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് ബെഞ്ചമിൻ നെതന്യാഹു നിലനിൽക്കുന്നത്. ഇപ്പോൾ 2-3 കക്ഷികൾ തീവ്ര വലതുപക്ഷ ജൂയിഷ് വികാരമുള്ള കക്ഷികളാണ് പിന്തുണ പിൻവലിച്ചു. ജൂയിഷ് പവർ പാർട്ടി, അതൊരു പാർട്ടിയാണ്. ആ പാർട്ടി തീവ്ര റാഡിക്കൽ ജൂയിഷ് വികാരമുള്ള പാർട്ടിയാണ്. അതിൻ്റെ നേതാവാണ് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രിയാണല്ലോ ആഭ്യന്തര സുരക്ഷ നോക്കേണ്ടയാൾ. അദ്ദേഹം ഇതാമിർ ബെൻവീർ. അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ഹമാസുമായി ഏർപ്പെട്ട ആ ഒരു വെടിനിർത്തൽ കരാർ ഇസ്രായേലിന്റെ പൂർണ്ണ കീഴടങ്ങലാണ്. ഇതുവരെ പറഞ്ഞതൊന്നുമല്ല ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത് കീഴടങ്ങലാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനിത് രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട് രാജിവെച്ചു. അപ്പോൾ 120 അംഗ നെസറ്റിലെ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 62 ചുരുങ്ങിയിരിക്കുന്നു. ഇനിയാണ് അടുത്ത പാർട്ടി. അത് പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അതും ഒരു റാഡിക്കൽ പാർട്ടിയാണ്. ആദ്യത്തേത് ജൂയിഷ് പവർ പാർട്ടിയാണ്. 2ാമത്തെ പാർട്ടി എന്ന് പറയുന്നത് സയനിസ്റ്റ് പാർട്ടിയാണ്. ഒരു സയനിസ്റ്റ്, തീവ്ര റാഡിക്കൽ സയനിസ്റ്റ് വികാരമുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയും പിന്തുണ പിൻവലിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ധനകാര്യമന്ത്രി ബെൻവീർ, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരാളാണ്. ബെസലേൽ സ്മോട്രിഡ്ജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബെസലേൽ സ്മോട്രിഡ്ജിന്റെ പാർട്ടി അധികാരത്തിൽ നിന്നും മാറി നിന്ന് പിന്തുണ ക്യാബിനറ്റിന് അല്ലെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷത്തിന് വേണ്ടി നെതന്യാഹുവിന് നൽകുന്ന പിന്തുണ പിൻവലിച്ചാൽ തീർച്ചയായും നെതന്യാഹു സർക്കാർ വീഴും. പിൻവലിക്കാതെ ഇരിക്കാനുള്ള എല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പിൻവലിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാവൽ മന്ത്രിസഭയായിട്ട് തുടരേണ്ട ഒരു അവസ്ഥ വരും. രാജിവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ ഭരണകൂടം ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പുതിയ ഭരണകൂടത്തിനുള്ള മാൻഡേറ്റ് ഒരുപക്ഷെ തീവ്ര റാഡിക്കൽ ജൂയിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടാവില്ല. അവരൊക്കെ ചെറിയ പാർട്ടികളാണ്. പക്ഷേ ഇതെല്ലാം ചേർന്ന മുന്നണി സംവിധാനത്തിൽ ഓരോ ചെറിയ പാർട്ടിക്കും അതിൻ്റെതായ റോളുണ്ടെന്ന് ഓർക്കണം. അവർ പറയുന്നതിൻ്റെ അർത്ഥതലങ്ങളൊന്ന് പരിശോധിക്കാം. അവരെന്താണ് പറയുന്നത്? ലുക്ക് മിസ്റ്റർ നെതന്യാഹു, താങ്കൾ എന്താണ് പറഞ്ഞത്? പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കും, ഇസ്രായേലിന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ ഹമാസ് പൂർണ്ണമായി കീഴടങ്ങും, അല്ല എങ്കിൽ കീഴടക്കും, ഹമാസിന്റെ അവസാന പോരാളിയെയും ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ അടങ്ങൂ.
ഏതാനും ആഴ്ചകൾ മാത്രമാണ് ഇസ്രായേലിലെ ആളുകൾ പ്രതീക്ഷിച്ചത്. അത്രയ്ക്ക് സൈനിക ശക്തിയുണ്ട്. ഹമാസിനെതിരെയുള്ള ഒരു പാരിറ്റി എന്ന് പറയുന്നത് പ്രിപ്പോണ്ടറൻസ് ഓഫ് ബാലൻസ്, അത് ഇസ്രായേൽ അനുകൂലമാണ്. അതിശക്തമാണ് ഇസ്രായേൽ. ഹമാസുമായി തട്ടിച്ചു നോക്കും, ഇറാനുമായിട്ടല്ല ഇവിടെ തട്ടിക്കുന്നത്, ഹമാസുമായി നോക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ടായില്ല? അവസാനം ഹമാസുമായി നേരിട്ടല്ലെങ്കിൽ പോലും മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ ഹമാസുമായി കരാർ ഒപ്പിടേണ്ടി വന്നു. അത് ഗതികേടാണ്. ഹമാസിന് പോലും പ്രാതിനിധ്യമുള്ള ഫ്യൂച്ചർ അഡ്മിനിസ്ട്രേഷൻ തടയാൻ കഴിയുമോ? ഇതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഇപ്പോഴത്തെ നിലയിൽ ഒരു സൂചനയുമില്ല. അടുത്ത് വരാൻ പോകുന്ന ഭരണകൂടത്തിന്റെ അത് 2-3 ഘട്ടം ചർച്ചകളിലാണെന്ന് അറിയുന്നത്. അതായത് ഒന്നാം ഘട്ടത്തിൽ ബന്ദി കൈമാറ്റം മാത്രമാണ് പ്രധാന വിഷയം, അതുപോലെ സൈനിക പിന്മാറ്റവും. രണ്ടാം ഘട്ടത്തിൽ അതിന് പുറമെ ഒരുപക്ഷെ അടുത്ത വരുന്ന അധികാര ഘടനയെക്കുറിച്ചും ഇതിന്റെ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ, ഇതെല്ലാം സംസാര വിഷയമാകും. അവിടെ ഇസ്രയേലിനെ നിയന്ത്രിക്കാനാവുമെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാവി അഡ്മിനിസ്ട്രേഷൻ ഗാസയിൽ സാധ്യമാകുമെങ്കിൽ, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കും ഗാസയും കൂടെ ചേർന്നുള്ള സ്ഥലത്ത് അത് സാധ്യമാകുമെങ്കിൽ ഓക്കെ, ഒരുപക്ഷെ തീവ്ര റാഡിക്കൽ പാർട്ടികൾ ഉൾപ്പെടെ നെതന്യാഹുവിനെ പിന്തുണയ്ക്കും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും നെതന്യാഹുവിന്റെ പാർട്ടിക്ക് മേൽക്കൈ പ്രതീക്ഷിക്കാം. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിലോ? അതുകൊണ്ട് ഇസ്രയേലിന്റെ സൈനിക ബലത്തിലല്ല ഇപ്പോൾ ഈ ബന്ദികൾ മോചിക്കപ്പെട്ടിരിക്കുന്നത് എന്നതും, അത് മാത്രമല്ല കരാറിനെ തുടർന്ന് 1-10 മാത്രമല്ല, ഒരു വലിയ നമ്പറല്ലേ, 2000-ഓളം പേരെയാണ് വിടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. കേവലം 95-96 പേര് മാത്രമാണ് ഇപ്പോൾ ജീവനോട് അവശേഷിക്കുന്ന ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളവർ. അവരെ ഘട്ടം ഘട്ടമാണ്, അതും ആദ്യം 33 പേര് മാത്രമേ ഉള്ളൂ. ഇനി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ കരുതിയാലും 96 പേർക്ക് പകരമായി ഇസ്രയേൽ വിട്ടുകൊടുക്കുന്നത് 2000-ഓളം പേരാണ്. ഇപ്പൊ തന്നെ 1000-ഓളം പേരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അതിൽ ഒരാളുടെ കാര്യം, ഈ ആദ്യ ബാച്ചിൽ വിട്ടുകൊടുക്കണമെന്ന് പറയുന്ന ഒരാൾ, ഇപ്പൊ 95-ഓളം പേരാണ് ആദ്യ ഘട്ടത്തിൽ, ഇപ്പോൾ 30, ഇനിയും കുറച്ചു പേര്, ഇങ്ങനെ പല ബാച്ചുകളായിട്ടാണ്. ഇപ്പൊ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണ ധാരണയില്ലാത്തതുകൊണ്ടാണ് പല നമ്പറുകൾ പറയേണ്ടി വരുന്നത്. ഇവിടെ ഇസ്രയേലിന്റെ തടവിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു പലസ്തീൻ നേതാവുണ്ട്. അദ്ദേഹം പൊതുസമ്മതനായ ഒരാളാണ്, മർവാൻ ബർഗുദി. മർവാൻ ബർഗുദി എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഒരുപാട് ചിന്തകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ബർഗുദി മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഒരു സുസമ്മതനായ ആള്. ലെബനൻ, അതുപോലെ ഈജിപ്റ്റ്, ഖത്തർ, സൗദി അറേബ്യ, അയൽ അറബി രാജ്യങ്ങൾ, ഇവർക്കെല്ലാം കൂടി പ്രിയങ്കരനായ ഒരാളാണ് ബർഗുദി. അപ്പൊ മർവാൻ ബർഗുദിയെ വിട്ടുകൊടുക്കാൻ ഇസ്രയേലിന്റെ ഭാഗത്ത് വിമുഖതയുണ്ട്. കാരണം അദ്ദേഹം ഒരുപക്ഷെ ഭാവിയിൽ ഒരു നിർണായകമായ സാന്നിധ്യം വഹിക്കും. നോക്കൂ, മുൻപ് യഹിയ സിൻവാറിനെ വിട്ടുകൊടുത്തതിന് ശേഷം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതം ആലോചിക്കൂ. യഹിയ സിൻവാർ ഇസ്രായേലിന്റെ തടവിലായിരുന്നു. മുൻപൊരു ബന്ദി കൈമാറ്റത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. ഒരു സൈനികനെ മോചിപ്പിക്കാൻ വേണ്ടി 1000-ഓളം പേരെ വിട്ടുകൊടുത്തതിൽ ഒരാളായിരുന്നു യഹിയ സിൻവാർ. അദ്ദേഹം പിന്നീട് പോയി ഹമാസിനെ ശക്തമാക്കി ഇസ്രായേലിനെതിരെ തിരിച്ചതിന് നിർണായക പങ്കാളിത്തമാണ്. അതുപോലെ ഒരിക്കൽ കൂടി ഇദ്ദേഹം ഒരു ഭീകരനായി ആരും മുദ്രകുത്തുന്നില്ല, പക്ഷേ ഇസ്രായേൽ അക്കാര്യത്തിൽ ഒരു ചെറിയ ഉടക്കുണ്ട്. അത് മാത്രമല്ല, ഇടനാഴികൾ, നെഫ്താലിൽ ഇടനാഴി, അത് മധ്യത്തിലൂടെ ഇടനാഴിയാണ്. അവിടെ നിന്ന് ഇസ്രായേലി സേനയുടെ പിന്മാറ്റം എത്രത്തോളം സാധ്യമാകും? പിന്മാറാമെന്ന് പറയുമ്പോഴും ഒരു ബഫർ സോണിലേക്ക് തൽക്കാലം പിന്മാറുന്നു. 700 മീറ്ററോളമുള്ള ഗാസയുടെ ചുറ്റും ഒരു മേഖല സൃഷ്ടിച്ച് ആ മേഖലയിലേക്ക് തൽക്കാലം ഇസ്രായേലി സൈന്യങ്ങൾ ഇറങ്ങി നിൽക്കാമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ റഫ അതിർത്തിയുള്ള ഈജിപ്തുമായി ഗസയ്ക്കുള്ള റഫ അതിർത്തിയിൽ ഉള്ള മറ്റൊരു ഫിലാഡൽഫിയ കോറിഡോർ, ആ കോറിഡോറിലും ശക്തമായ ഇസ്രായേലി സാന്നിധ്യമുണ്ട്. ഘട്ടം ഘട്ടമായി പിൻവാങ്ങും. കാരണം ഈ 2 കോറിഡോർ, നെഫ്താലിം കോറിഡോറും റഫയുടെ അടുത്തുള്ള ഫിലാഡൽഫിയ കോറിഡോറും നിർണായകമാണ് സൈനികമായും ഇസ്രായേലിന് സുരക്ഷാപരമായും. കാരണം ഈജിപ്തിലേക്ക് കടക്കാനുള്ള റഫ ഈ കോറിഡോറിലൂടെയാണ് കടന്നു പോകുന്നത്. ആ റഫ അതിർത്തി കടന്ന് ആയുധങ്ങളോ മറ്റു കാര്യങ്ങളോ എത്തുന്നത് ഭാവിയിൽ ഇസ്രായേലിനെ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കും. അതുകൊണ്ട് ചെറിയ സൈനിക സാന്നിധ്യമെങ്കിലും ആ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈജിപ്തിന് അതിന് നിയന്ത്രണം ഉണ്ടാകും എന്ന രീതിയിലാണ്. ഈജിപ്തിനെ എത്രത്തോളം വിശ്വസിക്കാം ഇക്കാര്യത്തിൽ എന്ന സംശയമുണ്ട്. ഈജിപ്ത് ഇപ്പോൾ ഇസ്രായേലിനോട് അടുത്ത് നിൽക്കുന്നു, സ്നേഹിതനായ രാജ്യമാണ്. പക്ഷേ ഭാവിയിൽ എങ്ങനെ ആക്കണമെന്ന് ഉറപ്പില്ല. അതുപോലെ വടക്ക് നിന്നും തെക്കോട്ട് വലിയ തോതിൽ ഗാസയിലെ ആളുകളുടെ പ്രയാണമുണ്ടായി. വടക്കൻ പ്രവിശ്യകളിൽ നിന്നും ഗാസ സിറ്റിയിൽ നിന്നുമൊക്കെ തെക്ക് റഫ മേഖലയിലേക്കും ഖാൻ യൂണിസിലേക്കുമൊക്കെ വലിയ തോതിൽ ആളുകൾ ഡിസ്പ്ലേസ്, 23 ലക്ഷം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്തു. അതിൽ
ഇപ്പോൾ തെക്കോട്ട് വന്നിരിക്കുന്ന വലിയൊരു ഭാഗം ആളുകൾക്ക് വടക്ക് പ്രദേശത്തുള്ള അവരുടെ വീടുകളിലേക്ക് പോകേണ്ടതുണ്ട്. അത് നഫ്താലിം കോറിഡോർ കഴിഞ്ഞ് മാത്രമേ പോകാനൊക്കൂ. അവിടെ ഇസ്രായേലിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ സുഗമമായ മൂവ്മെന്റ് സാധിക്കാതെ വരും. സാധാരണ ആളുകളെ മൂവ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാകില്ല ഒരു പക്ഷേ ആയുധങ്ങളും തീവ്രവാദ വിഭാഗങ്ങളും ഒക്കെ മൂവ് ചെയ്യുന്നത് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പോഴും കല്ലുകടികളുണ്ട്. അതുകൊണ്ട് ഡീലൊക്കെ ആയി, ശരി, സമ്മതിച്ചു. പക്ഷെ ആ ഡീല് എത്രത്തോളം ഇസ്രായേലിന് സ്വീകാര്യമാണ് ഇപ്പോഴും. ഒരുപക്ഷെ ട്രംപിനെ പേടിച്ചിട്ട് ഇസ്രായേൽ ഉൾപ്പെടെ ട്രംപിനോടുള്ള ഒരു ഭയഭക്തി ബഹുമാനത്തിൽ അങ്ങ് ഒപ്പിട്ടു എന്ന് പറയുന്നു. പക്ഷെ തരം കിട്ടിയാൽ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഹമാസിന് മേൽ വഴിചാരിക്കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ടോ പിന്മാറാനുള്ള സാധ്യത ഒരു 50-50 ആയിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയമാണ്. ഇത് എങ്ങനെയും മാറി മറിഞ്ഞുമൊക്കെ വരാം. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ശാന്തത വന്നു എന്നത് വലിയ കാര്യമാണ്. 47,000-ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1,10,000-ഓളം പേര് അംഗഭംഗം വന്നും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവർക്കെല്ലാം തീർച്ചയായും അവർ പരിക്കേറ്റ് ശക്തമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നവരാണ്. അപ്പം ഗാസയുടെ നടുപൊടിഞ്ഞു. 90% കെട്ടിടങ്ങളും ചാരകൂമാരമായി മാറിയിരിക്കുന്നു. ഒന്നേന്ന് മുതൽ എല്ലാം തന്നെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഗാസ. അപ്പം ഈ ചാരത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുകയും ഒരു സമാധാനപരമായി ഇസ്രയേലുമായി സഹവസിക്കുകയും ചെയ്യാനുള്ള ഒരു മാനസിക നിലയിലാണോ ഗാസയിലെ ആളുകൾ? അതോ ഈ കൊടും ക്രൂരത ഇസ്രയേൽ കാണിച്ച കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യണമെന്ന പ്രതികാര മനസ്സോടുകൂടി തലമുറകളെ വാർത്തെടുക്കുകയും നിരന്തരം ഇസ്രായേലിന് ഭീഷണിയായി നിൽക്കുകയും ചെയ്താൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഈ കരാർ ഒരു ചെറിയ തുടക്കമാണെങ്കിൽ നന്ന്. എന്തിനുള്ള തുടക്കം? ആത്യന്തികമായ ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാകുന്നതിനുള്ള ഒരു ചെറിയ ഫോർമുല, ചെറിയ തുടക്കം ആണെങ്കിൽ നല്ലത്. ഈ സമാധാന കരാറിൽ നിന്നും ഭാവിയിൽ ഹമാസും മറ്റ് പലസ്തീനിയൻ തീവ്രവാദ ഗ്രൂപ്പുകളും അറബ് രാജ്യങ്ങളുമെല്ലാം ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ബദലായി മറുവശത്ത് ഇസ്രയേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം പാലസ്തീൻ എന്ന രൂപത്തിൽ അംഗീകരിച്ചു കൊടുക്കുകയും ഒരു ന്യായമായ രീതിയിൽ ആ ടെറിട്ടോറിയൽ വിഭജനം ഉണ്ടാവുകയും ചെയ്യുക എന്നതല്ലാതെ ഒരു പരിഹാരവുമില്ല എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമായ കാര്യങ്ങളാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ഇത്രയുമേ നടക്കൂ എന്ന് പ്രായോഗിക ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിക്കും. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണമാണ് വരുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി സ്ഥാനാരോഹണമാണ്. അദ്ദേഹത്തിന്റെ 4 വർഷം ഒരുപക്ഷെ ഈ കരാർ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇസ്രയേലിനും ഹമാസിനും അല്ലെങ്കിൽ പലസ്തീൻ വിഭാഗങ്ങൾക്കും സ്വീകാര്യമായ ഒരു ശാശ്വതമായ പരിഹാരം. അതാണ് അൾട്ടിമേറ്റ് എബ്രഹാമിക് അക്കോർഡ്. മറ്റ് അറബ് രാജ്യങ്ങളുമായി അബ്രഹാമിന്റെ പേരിൽ കരാറുകൾ ഒപ്പിടിപ്പിച്ച ട്രംപിന് ഇസ്രയേലിനെയും പലസ്തീനെയും ഒരു മേശയ്ക്ക് 2 ചുറ്റുമിരുത്തി മധ്യസ്ഥത വഹിച്ച് കരാർ ഒപ്പിട്ട് യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതികൾ അവസാനം പോരടിച്ചു നിന്ന ഈ 2 സന്തതികളെയും ഒരേ നെഗോസിയേഷൻ ടേബിൾ കൊണ്ടുവന്ന് ശാശ്വത പരിഹാരത്തിലെത്തിക്കാൻ ആവുമോ എന്നതാണ് എല്ലാവരുടെയും നാവിൻ തുമ്പത്തുള്ള പ്രധാന ചോദ്യം.